ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2025 മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 8ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. ആര് ആരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? എ. ജഫ്ത സഹോദരന്മാരോട്. ബി. ജഫ്ത ഗിലെയാദ് നിവാസികളോട്. സി. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. ഡി. ജഫ്ത അമ്മോന്യരോട്. ഉത്തരം സി. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം. എത്ര എഫ്രായിംകാരെയാണ് ഗിലെയാദുകാർ ജോർദാൻ്റെ കടവുകളിൽ വെച്ച് വധിച്ചത്? എ. 40,000. ബി. 4,20,000. സി. 40,000. ഡി. ഏകദേശം 40,000. ഉത്തരം എ. 40,000. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യം. തൻ്റെ അടുക്കൽ വന്ന ദൈവപുരുഷൻ്റെ മുഖം ആരുടേതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത്? എ. ദൈവത്തിൻ്റേതുപോലെ. ബി. ദൈവദൂതൻ്റേതുപോലെ. സി. കർത്താവിൻ്റേതുപോലെ. ഡി. കർത്താവിൻ്റെ ദൂതൻ്റേതുപോലെ. ഉത്തരം ബി. ദൈവദൂതൻ്റേതുപോലെ. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം. ഫിലിസ്ത്യ യുവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സാംസൺ താൻ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞത് എവിടെ വച്ച്? എ. മുന്തിരിത്തോപ്പിൽ വച്ച്. ബി. ഒലിവ് തോട്ടത്തിൽ വച്ച്. സി. ഗോതമ്പ് വയലിൽ വച്ച്. ഡി. വഴിമധ്യേ. ഉത്തരം ഡി. വഴിമധ്യേ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 8-ാം വാക്യം. തൻ്റെ ഭാര്യയെയും അമ്മായിയപ്പനെയും അഗ്നിക്കിരയാക്കിയ ഫിലിസ്ത്യരെ സാംസൺ കൊന്നുകളഞ്ഞത് എപ്രകാരം? എ. അഗ്നിക്കിരയാക്കി. ബി. ക്രൂരമായി പ്രഹരിച്ച്. സി. ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട്. ഡി. കെട്ടിടം തള്ളി വീഴ്ത്തി. ഉത്തരം ബി. ക്രൂരമായി പ്രഹരിച്ച്. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം. സാംസൺ സ്നേഹിച്ച ദലീല ഏത് ദേശക്കാരിയായിരുന്നു? എ. ഗാസാക്കാരി. ബി. ലേഹിക്കാരി. സി. സോറേക്ക് താഴ്വരക്കാരി. ഡി. റാമാത്ത് ലേഹിക്കാരി. ഉത്തരം സി. സോറേക്ക് താഴ്വരക്കാരി. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യം. ബത്ലഹേംകാരനായ യുവലേവ്യനോട് അവൻ തനിക്ക് ആരായിരിക്കും എന്നാണ് മിക്ക പറഞ്ഞത്? എ. ഗുരുവും പുരോഹിതനും. ബി. പുത്രനും പുരോഹിതനും. സി. പിതാവും പുരോഹിതനും. ഡി. സഹോദരനും പുരോഹിതനും. ഉത്തരം സി. പിതാവും പുരോഹിതനും. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യം. ലായിഷിലെ ജനങ്ങൾ ആരെപ്പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും ആയിരുന്നു? എ. സീദോന്യരെ പോലെ. ബി. കാനാന്യരെ പോലെ. സി. ദാൻ ഗോത്രക്കാരെ പോലെ. ഡി. എഫ്രായിംകാരെ പോലെ. ഉത്തരം എ. സീദോന്യരെ പോലെ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം. നമുക്ക് രാത്രി എവിടെ ചെലവഴിക്കാം എന്നാണ് ഭൃത്യൻ ലേവ്യനോട് പറഞ്ഞത്? എ. റാമായിൽ. ബി. ഗിബയായിൽ. സി. ബെഞ്ചമിൻകാരുടെ പട്ടണത്തിൽ. ഡി. ജബൂസ്യരുടെ പട്ടണത്തിൽ. ഉത്തരം ഡി. ജബൂസ്യരുടെ പട്ടണത്തിൽ. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം. ഗിബയായെ എപ്രകാരം ആക്രമിക്കാം എന്നാണ് ഇസ്രായേല്യർ തീരുമാനിച്ചത്? എ. നേരിട്ട്. ബി. നറുക്കിട്ട്. സി. കടവുകൾ പിടിച്ചെടുത്ത്. ഡി. വാളിനിരയാക്കി. ഉത്തരം ബി. നറുക്കിട്ട്. ചോദ്യം 11. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിന് വരാതിരുന്നവർ ആര്? എ. ഷീലോ കാനാനിൽ നിന്ന്. ബി. യാബേഷ് ഗിലെയാദിൽ നിന്ന്. സി. കേദേശ് ഗലീലിയയിൽ നിന്ന്. ഡി. റാമോത്ത് ഗിലെയാദിൽ നിന്ന്. ഉത്തരം ബി. യാബേഷ് ഗിലെയാദിൽ നിന്ന്.
ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം 5 വാക്യം. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആര്? എ. ദുഷ്ടന്മാർ, ബി. പാപികൾ, സി. വിഡ്ഢികൾ, ഡി. പാപികളുടെ സന്താനങ്ങൾ. ഉത്തരം ഡി. പാപികളുടെ സന്താനങ്ങൾ. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 42 അധ്യായം 6 വാക്യം. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നല്ലത്? എ. ദുഷ്ടനായ ദാസനെ, ബി. അവിശ്വസ്തയായ ഭാര്യയെ, സി. കുട്ടികളെ, ഡി. ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെ. ഉത്തരം ബി. അവിശ്വസ്തയായ ഭാര്യയെ. ചോദ്യം 14. പ്രഭാഷകൻ്റെ പുസ്തകം 43 അധ്യായം 8 വാക്യം. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ നോക്കി പേര് നൽകുന്നത് എന്തിന്? എ. ദിവസങ്ങൾക്ക്, ബി. നക്ഷത്രങ്ങൾക്ക്, സി. മാസങ്ങൾക്ക്, ഡി. ഉത്സവങ്ങൾക്ക്. ഉത്തരം സി. മാസങ്ങൾക്ക്. ചോദ്യം 15. പ്രഭാഷകൻ്റെ പുസ്തകം 44 അധ്യായം 9 വാക്യം. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ എന്തവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ഐശ്വര്യം, ബി. സ്മരണ, സി. സമ്പത്ത്, ഡി. പ്രസിദ്ധി. ഉത്തരം ബി. സ്മരണ. ചോദ്യം 16. പ്രഭാഷകൻ്റെ പുസ്തകം 45 അധ്യായം 4 വാക്യം. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എപ്രകാരം? എ. വിശ്വസ്തതയും സ്നേഹവും കൊണ്ട്, ബി. കാരുണ്യവും സ്നേഹവും കൊണ്ട്, സി. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്, ഡി. കാരുണ്യവും സൗമ്യതയും കൊണ്ട്. ഉത്തരം സി. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. ചോദ്യം 17. പ്രഭാഷകൻ്റെ പുസ്തകം 46 അധ്യായം 6 വാക്യം. കർത്താവ് കന്മഴയയച്ച് ഉത്തരമരുളിയ യുദ്ധത്തിൽ ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത് എവിടെ വച്ച്? എ. ഹെർമോൻ താഴ്വരയിൽ വച്ച്, ബി. ബത്ത്ഹോറോൺ ഇറക്കത്തിൽ വച്ച്, സി. റഫായിം താഴ്വരയിൽ വച്ച്, ഡി. ഉദുമ്മീം കയറ്റത്തിൽ വച്ച്. ഉത്തരം ബി. ബത്ത്ഹോറോൺ ഇറക്കത്തിൽ വച്ച്. ചോദ്യം 18. പ്രഭാഷകൻ്റെ പുസ്തകം 47 അധ്യായം 6 വാക്യം. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്നാർത്തു വിളിച്ചുകൊണ്ട് ജനം ദാവീദിനെ അണിയിച്ചതെന്ത്? എ. രാജകീയ കിരീടം, ബി. മഹത്വത്തിൻ്റെ കിരീടം, സി. വിജയത്തിൻ്റെ കിരീടം, ഡി. മഹിമയുടെ കിരീടം. ഉത്തരം ബി. മഹത്വത്തിൻ്റെ കിരീടം. ചോദ്യം 19. പ്രഭാഷകൻ്റെ പുസ്തകം 48 അധ്യായം 6 വാക്യം. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെ? എ. രാജാക്കന്മാരെ, ബി. ജനത്തെ, സി. പ്രസിദ്ധന്മാരെ, ഡി. സമ്പന്നരെ. ഉത്തരം സി. പ്രസിദ്ധരെ. ചോദ്യം 20. പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായം 5 വാക്യം. യൂദ രാജവംശം അന്യജനതയ്ക്ക് അടിയറ വച്ചതെന്ത്? എ. മഹത്വം, ബി. അധികാരം, സി. അവകാശം, ഡി. കിരീടം. ഉത്തരം എ. മഹത്വം. ചോദ്യം 21. പ്രഭാഷകൻ്റെ പുസ്തകം 50 അധ്യായം 7 വാക്യം. ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്ന ശിമയോൻ എന്തിനു മുകളിലുള്ള സൂര്യനെ പോലെയാണ് പ്രശോഭിച്ചിരുന്നത്? എ. കർത്താവിൻ്റെ ആലയത്തിന്, ബി. അത്യുന്നതൻ്റെ ആലയത്തിന്, സി. മേഘങ്ങൾക്ക്, ഡി. ശ്രീകോവിലിന്. ഉത്തരം ബി. അത്യുന്നതൻ്റെ ആലയത്തിന്. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 9 വാക്യം. എന്തു ചെയ്തതുകൊണ്ട് നിങ്ങൾ ദാസനോട് നന്ദി പറയുമോ എന്നാണ് യേശു ചോദിച്ചത്? എ. കടമ, ബി. പരിചരിച്ചതുകൊണ്ട്, സി. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട്, ഡി. നന്മ ചെയ്തതുകൊണ്ട്. ഉത്തരം സി. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട്. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 9 വാക്യം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമയെന്ത്? എ. ധനികനായ മനുഷ്യൻ്റെ, ബി. ന്യായാധിപൻ്റെയും വിധവയുടെയും, സി. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും, ഡി. വിധക്കാരൻ്റെ. ഉത്തരം
സി ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും? ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യം. തൻ്റെ സ്വത്തിൽ എത്ര ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത്? എ 4/1, ബി 4 ഇരട്ടി, സി മുഴുവൻ, ഡി പകുതി. ഉത്തരം ഡി പകുതി. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 10-ാം വാക്യം. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ആദ്യമയച്ച ഭൃത്യനെ കൃഷിക്കാർ എപ്രകാരമാണ് വെറും കൈയോടെ തിരിച്ചയച്ചത്? എ അപമാനിച്ച്, ബി അടിച്ച്, സി അടിക്കുകയും അപമാനിക്കുകയും ചെയ്ത്, ഡി പരിക്കേൽപ്പിച്ച്. ഉത്തരം ബി അടിച്ച്. ചോദ്യം 26. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 10-ാം വാക്യം. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും എന്നാണ് യേശു പറഞ്ഞത്? എ തലയുയർത്തും, ബി കരമുയർത്തും, സി ശബ്ദമുയർത്തും, ഡി കലാപമുയർത്തും. ഉത്തരം എ തല ഉയർത്തും. ചോദ്യം 27. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 10-ാം വാക്യം. പത്രോസും യോഹന്നാനും എവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുവൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് അവർക്കെതിരെ വരും എന്നാണ് യേശു പറഞ്ഞത്? എ ഗ്രാമത്തിലേക്ക്, ബി മാളികമുറിയിലേക്ക്, സി പട്ടണത്തിലേക്ക്, ഡി ദേവാലയത്തിലേക്ക്. ഉത്തരം സി പട്ടണത്തിലേക്ക്. ചോദ്യം 28. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 11-ാം വാക്യം. ഹെറോദസ് യേശുവിനെ എന്ത് ധരിപ്പിച്ചാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? എ നീളമുള്ള അങ്കി, ബി പട്ടുകൊണ്ടുള്ള അങ്കി, സി ചുവന്ന വസ്ത്രം, ഡി പകിട്ടേറിയ വസ്ത്രം. ഉത്തരം ഡി പകിട്ടേറിയ വസ്ത്രം. ചോദ്യം 29. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 11-ാം വാക്യം. കല്ലറയിലേക്ക് പോയ സ്ത്രീകൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലെങ്കിലും കല്ലറയിലേക്ക് ഓടിയത് ആര്? എ പത്രോസ്, ബി തോമസ്, സി യോഹന്നാൻ, ഡി ശിമയോൻ. ഉത്തരം എ പത്രോസ്. ചോദ്യം 30. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. ദൈവം തൻ്റെ കൃപ അവിടുത്തെ എന്തിലൂടെയാണ് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത്? എ കാരുണ്യത്തിലും സ്നേഹത്തിലും, ബി വിശ്വസ്തതയിലും ജ്ഞാനത്തിലും, സി ജ്ഞാനത്തിലും മഹത്വത്തിലും, ഡി ജ്ഞാനത്തിലും വിവേകത്തിലും. ഉത്തരം ഡി ജ്ഞാനത്തിലും വിവേകത്തിലും. ചോദ്യം 31. എഫേസോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവം യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ എന്തു വ്യക്തമാക്കാനാണ് ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയിർപ്പിക്കുന്നത്? എ കാരുണ്യം, ബി കൃപാസമൃദ്ധി, സി ദൈവിക സ്നേഹം, ഡി ദൈവമഹത്വം. ഉത്തരം ബി കൃപാസമൃദ്ധി. ചോദ്യം 32. എഫേസോസുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഉതകുന്ന വരമാണ് പൗലോസ്ലീഹായ്ക്ക് നൽകപ്പെട്ടത്? എ സ്നേഹത്തെക്കുറിച്ച്, ബി കാരുണ്യത്തെക്കുറിച്ച്, സി സമ്പന്നതയെക്കുറിച്ച്, ഡി മഹത്വത്തെക്കുറിച്ച്. ഉത്തരം സി സമ്പന്നതയെക്കുറിച്ച്. ചോദ്യം 33. എഫേസോസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു മനുഷ്യർക്ക് എന്ത് നൽകിയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ രക്ഷ, ബി സ്നേഹം, സി പാപമോചനം, ഡി ദാനങ്ങൾ. ഉത്തരം ഡി ദാനങ്ങൾ. ചോദ്യം 34. എഫേസോസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ആരുടെ രാജ്യത്തിലാണ് അവകാശമില്ലാത്തത്? എ ദൈവത്തിൻ്റെ, ബി ക്രിസ്തുവിൻ്റെ, സി ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും, ഡി വിശുദ്ധന്മാരുടെ. ഉത്തരം സി ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും. ചോദ്യം 35.
എഫേസോസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യനു വേണ്ടിയല്ല, ആർക്കു വേണ്ടി എന്ന പോലെയാണ് സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത്. എ. കർത്താവിനു വേണ്ടി. ബി. ക്രിസ്തുവിനു വേണ്ടി. സി. ദൈവത്തിനു വേണ്ടി. ഡി. അത്യുന്നതിനു വേണ്ടി. ഉത്തരം എ. കർത്താവിനു വേണ്ടി. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.